الحمد لله الحمد لله العزيز الحميد، والحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. والحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله، وكونوا عباد الله إخوانا. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തെ വിസ്മരിക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വസിയത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുദാഅ എന്ന അറേബ്യൻ ഗോത്രത്തിലെ അവരുടെ ഉപഗോത്രമായ ബിലി അല്ലെങ്കിൽ ബുലി എന്നറിയപ്പെടുന്ന ഉപഗോത്രത്തിൽ നിന്ന് രണ്ടാളുകൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ആ രണ്ടിലൊരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ ഒരു യുദ്ധത്തിൽ ഷഹീദായി. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ഇയാൾ ഷഹീദായി വീണ്ടും ഒരു വർഷം ജീവിച്ച്
അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സ്വന്തം കട്ടിലിൽ കിടന്നുകൊണ്ടാണ് ആ രണ്ടാമത്തെ ആൾ മരണപ്പെടുന്നത്. ഇതിനുശേഷം മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഈ രണ്ടാളുകൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കാണുകയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, ആ ഷഹീദായ വ്യക്തിയെയും അയാളുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ച് ഇയാൾ ഷഹീദായി 1 വർഷത്തിന് ശേഷം മരണപ്പെട്ട ആ മനുഷ്യനെയും ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടു നബിയെ. എന്നാൽ ആ ഷഹീദായ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആ ഷഹീദായ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം 1 വർഷം കൂടി ജീവിച്ച മനുഷ്യനാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ കണ്ടത് എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്. ഷഹീദിന് വലിയ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മറ്റേ മനുഷ്യൻ തന്റെ വീട്ടിൽ കിടന്ന് മരിച്ചതാണ്. അപ്പൊ അത്ഭുതത്തോടുകൂടി ത്വൽഹ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കാണ്, നബിയെ, അതെങ്ങനെയാണ് സംഭവിക്കുക? ഷഹീദിന് മുൻപ് മറ്റാളാണല്ലോ സ്വർഗത്തിൽ പ്രവേശിച്ചത്. പ്രവാചകന്റെ മറുപടി, അതിൽ ഇത്ര അത്ഭുതപ്പെടാൻ എന്താണുള്ളത് ത്വൽഹ? അലൈസ ഖദ് മകത ഹാദാ ബഅദഹു സന? അയാൾ ഷഹീദായതിനു ശേഷം ഇയാൾ വീണ്ടും 1 വർഷക്കാലം ജീവിച്ചില്ലേ? വഅദ്റക റമളാന ഫസാമ, അയാളിലേക്ക് ഒരു റമളാൻ കടന്നു വരികയും അയാൾ ആ റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിട്ടില്ലേ? അയാൾ ആ 1 വർഷത്തിൽ ഇത്ര നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാവുകയില്ലേ? ഫലമ്മാ ബൈനഹുമാ അബ്അദു മാ ബൈന അസ്സമാഇ വൽ അർദ്, ആ രണ്ടാളുകൾക്കിടയിലുള്ള വ്യത്യാസം ആകാശഭൂമിയുടെ വ്യത്യാസമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഷഹീദിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടേത്. എന്നാൽ ആ ഷഹീദിന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ മുകളിൽ, ആ ഷഹീദിന്റെ സ്ഥാനത്തേക്കാൾ മുകളിൽ മഹത്വം നേടുവാൻ സാധിക്കുമാർക്ക്? ആയുസ്സിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നയാൾക്ക്, റമളാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നയാൾക്ക്. സഹോദരങ്ങളെ, ഇത്തരം ഒരു മഹത്തായ അവസരമാണ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്. അത്രയേറെ മഹത്വമുള്ള ഒരു മാസത്തിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ആ മാസത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുവാനും അതിലെ എല്ലാ ഖൈറുകളും നേടിയെടുക്കുവാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ പറയാണ്, റമളാനിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾ 3 തരക്കാരാണ്. റമളാനിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾ 3 തട്ടിലാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗമുണ്ട്, റമളാനിന്റെ ആഗമന വിവരം തന്നെ അവർക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ടാക്കുന്നതാണ്. റമളാൻ വരുന്നു എന്നറിയുമ്പോൾ തന്നെ വലിയ സന്തോഷമുള്ള ആളുകളാണ് ഒന്നാമത്തെ വിഭാഗം. എന്താണ് അവർക്ക് എത്ര സന്തോഷം? അവർ റമളാനിൽ നോമ്പെടുത്ത് ശീലിച്ചവരാണ്. അവർ റമളാനിൽ രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ച് ശീലിച്ചവരാണ്. റമളാനിന്റെ ആസ്വാദനവും അതിലൂടെ ലഭിക്കുന്ന സമാധാനവും അറിഞ്ഞവരാണ് അവർ. അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗമുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? റമളാൻ കടന്നു വരുന്നത് തന്നെ അവർക്ക് വലിയ ഇടങ്ങേറാണ്, വലിയ പ്രയാസമാണ്, അല്ലെ? റമളാനിലെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് അവർക്ക് വലിയ ആനന്ദമായിരിക്കും. അവർ നോമ്പനുഷ്ഠിക്കുന്നത്, എല്ലാവരും നോമ്പനുഷ്ഠിക്കുമ്പോ ഞാൻ എങ്ങനെ നോമ്പനുഷ്ഠിക്കാതിരിക്കുക എന്ന ചിന്തയിലായിരിക്കും. അവർ രാത്രി നമസ്കരിക്കുന്നത് എല്ലാവരും പള്ളിയിലാണ്, ഞാൻ എങ്ങനെയാണ് അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുക എന്ന ചിന്തയിലാണ് അവർ രാത്രി നമസ്കരിക്കുക എന്നാണ് റമളാനിൽ ഒരു ഇടങ്ങാറായിട്ട് കാണുന്ന ആൾക്കാർ. അതാണ് രണ്ടാമത്തെ വിഭാഗം. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അവരെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ബാക്കിയുള്ള 11 മാസങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആ ആളുകൾക്ക് റമളാൻ മാസവും. റമളാനല്ലേ, ഞാനൊന്ന് ഖുർആൻ പാരായണം ചെയ്യട്ടെ, റമളാനല്ലേ, ഞാനിന്ന് സുന്നത്ത് നമസ്കരിക്കട്ടെ എന്നിങ്ങനെ റമളാനിന് ഒരു പ്രത്യേകതയൊന്നും നൽകാത്ത ആളുകളാണ്. അവർക്ക് ആ ചിന്തൊന്നുമില്ല. ബാക്കിയുള്ള മാസങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അവർക്ക് റമളാനും എന്നാണ്. സഹോദരങ്ങളെ, ഇതിലേത് വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഭാഗത്തിലല്ല എങ്കിൽ ഈമാനിൽ തകരാറുകളുണ്ട് സഹോദരങ്ങളെ, പരിഹരിക്കണം. നോക്കൂ, നിങ്ങൾ റമളാൻ സമാഗതമായാൽ അള്ളാഹുവിന്റെ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തുമായി സന്തോഷം പങ്കിടാറുണ്ടായിരുന്നു എന്നാണ്. പ്രവാചകൻ പറയും, അറ്റാക്കും റമളാൻ, നിങ്ങൾക്ക് ഇതാ റമളാൻ വന്നെത്തിയിരിക്കുന്നു. ഷഹ്റുൽ മുബാറക്, ബറക്കത്തുള്ള മുബാറക്കായ മാസമാണത്. എത്രയെത്ര അനുഗ്രഹീതമായ സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ റമളാനിൽ നടന്നിട്ടുള്ളത്. അറിയുമോ നിങ്ങൾക്ക്? ഉൻസിലത് സുഹ്ഫു ഇബ്രാഹിം ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏടുകൾ അത് അവതരിച്ചത് റമളാനിന്റെ 1ാമത്തെ രാത്രിയിലായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടത് റമളാനിന്റെ 6ാം ദിവസത്തിലായിരുന്നു.
ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ 13-ലായിരുന്നു. സബൂർ അവതരിപ്പിക്കപ്പെട്ടത് ഒരു റമദാനിലാണ്. ഇനി നോക്കൂ നിങ്ങൾ, ബദർ യുദ്ധം നടന്നത് റമദാനിലാണ്. അതുപോലെ തന്നെ മക്ക ഫതഹ് നടന്നത് റമദാനിലാണ്. ഉഹദ് യുദ്ധത്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ ഒരുക്കിയത് ഒരു റമദാനിലാണ്. ഖന്തഖ് യുദ്ധത്തിനു വേണ്ടി സൈന്യത്തെ ഒരുക്കിയത് ഒരു റമദാനിലാണ്. സഖീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചത് ഒരു റമദാനിലാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ധാരാളം അനുഗ്രഹീതമായ ചരിത്രപരമായ സംഭവങ്ങൾ ഈ റമദാനിൽ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനെല്ലാം അപ്പുറം എന്തുകൊണ്ട് റമദാനിന് ഇത്ര ശ്രേഷ്ഠത എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണ്? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖൈറുക്കും ഖർനി, എന്റെ സമുദായമാണ് ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞ ആ സ്വഹാബാക്കൾ പ്രഥമ ശ്രോതാക്കളായിരുന്ന മക്കയും മദീനയും എന്ന് പറയുന്ന അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട 2 സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയ ആ പരിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ അവതീർണ മാസമാണ് പ്രിയപ്പെട്ടവരെ റമദാൻ. അല്ലേ? എത്ര മഹത്വങ്ങളാണ്, എത്ര മഹത്വങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇനി ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ പലപ്പോഴും ഗൗരവപ്പെട്ട ഒരുക്കങ്ങൾ നടത്തിയവരാണ് നമ്മൾ. ഒരു ജോലിയുടെ കാര്യം ശരിയായപ്പോ, അതല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ചിന്തിച്ചപ്പോ, അതുമല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ മക്കൾക്കൊരു കല്യാണത്തിന്റെ കാര്യം വന്നപ്പോ എന്നിങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഗൗരവപ്പെട്ട ഒരുക്കങ്ങൾ നടത്തിയവരാണ് ഞാനും നിങ്ങളും. എന്നാൽ സഹോദരങ്ങളെ, കണക്കില്ലാതെ പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്ന റമദാനില്ലേ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മലക്കെ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന റമദാനില്ലേ, ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞ റമദാനില്ലേ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്ത റമദാനില്ലേ, സ്വർഗം തഖ്വയുള്ളവർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ആ തഖ്വയിലേക്ക് നമ്മെ പാകപ്പെടുത്തുന്ന റമദാനില്ലേ. സഹോദരങ്ങളെ, ഇത്രയേറെ മഹത്വമുള്ള ഒരു മാസം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എന്ത് ഒരുക്കമാണ്, എന്ത് ഗൗരവപ്പെട്ട ചിന്തയാണ് അതിനെക്കുറിച്ച് നമ്മൾ നടത്തിയിട്ടുള്ളത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരു റമദാനിലേക്ക് കൂടി ആയുസ്സെത്തുക എന്ന് പറഞ്ഞാൽ, ഒരു റമദാനിൽ കൂടി ജീവിക്കാനുള്ള ആഫിയത്ത് ലഭിക്കുക, ആയുസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല, വലിയ സൗഭാഗ്യമാണ്. അറിയുമോ നിങ്ങൾക്ക് റമദാനിൽ ഒരു ദിവസത്തിന്റെ വില എന്താണെന്ന്? മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, തല്ലാഹി അല്ലാഹുവാണ് സത്യം, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ, ഖബറാളികളോടെങ്ങാനും, ഖബറിൽ കിടക്കുന്നവരോടെങ്ങാനും തമന്നൗ, നിങ്ങളൊന്ന് ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ അവരെന്താണ് ആഗ്രഹിക്കുക എന്നറിയുമോ? അദ്ദേഹം പറയുകയാണ്, ലതമന്നൗ യൗമൻ മിൻ റമദാൻ, റമദാനിലെ ഒരു ദിവസമാണ് ഖബറിൽ കിടക്കുന്നവർ ആഗ്രഹിക്കുക എന്നാണ്. നിങ്ങൾ ഒരു ദിവസത്തിന്റെ വില എത്രയെന്ന് ആലോചിച്ച് നോക്കപ്പോ. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിലെ ഓരോ ദിവസവും ഓരോ രാത്രിയും കൃത്യമായ കണക്കൂട്ടലുകളോടുകൂടി, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഉപയോഗപ്പെടുത്തുവാൻ, നമ്മുടേതാക്കുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അതല്ല വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ റമദാൻ വരുമ്പോ വരട്ടെ, പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നന്മൊക്കെ ചെയ്യുക, പറ്റുന്ന പോലെ കുറച്ച് ഖുർആനൊക്കെ ഒഴിവിട്ടും പോതാ, അങ്ങനെ ഒരു അശ്രദ്ധമായ ചിന്തയാണ് നമുക്കുള്ളത് എങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമ്മൾ ഓർക്കണം. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആ പ്രാർത്ഥന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിലേക്ക് കയറുമ്പോൾ പ്രവാചകൻ അവിടുന്ന് 3 ആമീൻ പറയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനായിരുന്നു പ്രവാചകരെ ആ ആമീൻ പറഞ്ഞത്? 3 പ്രാർത്ഥന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ്. അതിലൊരു പ്രാർത്ഥന ഏതാണ്? മൻ അദ്റക ശഹ്റ റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാർ ഫഅബ്ഹദഹു അല്ലാഹ്. എന്താണ് പ്രാർത്ഥന? ഒരുവനെ റമദാൻ മാസം വന്നു കിട്ടി, പക്ഷെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, ഫഅബ്ഹദഹു അല്ലാഹ്, അല്ലാഹു അവനെ വിദൂരത്താക്കട്ടെ എന്നാണ്. സഹോദരങ്ങളെ, ഗൗരവത്തോടെ കൂടി ചിന്തിക്കേണ്ടത് ആരാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് പ്രാർത്ഥിക്കുന്നത്. ആരാണ് ആമീൻ പറയുന്നത്? നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ പറയുന്നത്. എവിടെ വെച്ചാണ് പ്രാർത്ഥന നടക്കുന്നത്? പ്രവാചകന്റെ മിമ്പറിൽ വെച്ചാണ്. ആ പ്രാർത്ഥനയുടെ സ്വീകാര്യതയെ കുറിച്ച് നമ്മൾ മറിച്ചൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിൽ സഹോദരങ്ങളെ, ആ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോയിക്കൂടാ.
ആ പ്രാർത്ഥന വിപരീതമായി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, ആ ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി കൂടെ സഹോദരങ്ങളെ. അതുകൊണ്ട് ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ്, കൃത്യമായ ഒരുക്കങ്ങളോടെ ഇതിന്റെ ഖൈർ മുഴുവൻ എനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി റമളാനിനെ സ്വീകരിക്കുവാനും റമളാനിന്റെ ദിനരാത്രങ്ങളെ കഴിച്ചു കൂട്ടുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇതിലും മികച്ച സമയം ഏതാണുള്ളത്? നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ, രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ഇവിടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറഞ്ഞ കാര്യം എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഇതെല്ലാം മൻസ്വാമ, ആര് റമദാനിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചുവോ, ഈമാനോടുകൂടി ആര് നോമ്പനുഷ്ഠിച്ചുവോ, അതേ വാചകങ്ങൾ തന്നെയാണ് തറാവീഹിന്റെ വിഷയം പറഞ്ഞപ്പോഴും പറഞ്ഞത്. അതേ വാചകങ്ങൾ തന്നെയാണ് ലൈലത്തുൽ ഖദറിൽ നമസ്കരിക്കുന്ന രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞത്. അല്ലേ? ഇതൊക്കെ എന്താണ്? പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാർഗമാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന, ഓരോ രാത്രിയിലും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസം നമുക്ക് നഷ്ടമായി കൂടാ. ഈ മാസം ഒരിക്കലും നമുക്ക് നഷ്ടമായി കൂടാ. മറ്റൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കോറിയിടേണ്ട മറ്റൊരു ചിന്ത സഹോദരങ്ങളെ, ഇതൊരു പക്ഷെ നമ്മുടെ അവസാനത്തെ റമദാനായേക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതൊരു പക്ഷെ നമ്മുടെ അവസാനത്തെ റമദാനായേക്കാം. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. മഹാനായ മുഅ്തമർ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ വാപ്പയെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ വാപ്പ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുണർത്തും. എപ്പോൾ? ഇദാ ദഖല ശഹ്റു റമദാൻ, റമദാൻ മാസമായി കഴിഞ്ഞാൽ വാപ്പ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുണർത്തും. എന്നിട്ട് വയഖൂൽ, അദ്ദേഹം പറയും, ഖൂമൂ, നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക. ഫലഅല്ലക്കും ലാ തുദ്രികൂഹു ബഅദ ആമികും ഹാദാ. ഇതാ ഈ വർഷത്തിന് ശേഷം ഒരുപക്ഷെ അടുത്ത വർഷത്തെ റമദാനിലേക്ക് നിങ്ങൾക്ക് ആയുസ് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കൂ, നമസ്കരിക്കൂ എന്ന് മുഅ്തമർ ഇബ്നു സുലൈമാൻ റഹിമഹുള്ളയുടെ പിതാവ് അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ നല്ലവരായ നമ്മുടെ മുൻഗാമികൾ റമദാനിനെ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മളും ചിന്തിക്കേണ്ട, നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ തറാവീഹ് നമസ്കാരങ്ങൾക്ക് കാലെടുപ്പിച്ച് നമ്മുടെ സ്വഫിൽ നിന്നിരുന്നവർ, നമ്മുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറന്നവർ എന്നിങ്ങനെ തുടങ്ങി നമ്മുടെ പല സഹോദരങ്ങളും ഇന്ന് ഖബറിലാണ്. അടുത്ത റമദാനിലേക്ക് നമ്മൾ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് പ്രിയപ്പെട്ടവരെ? അടുത്ത റമദാൻ പോട്ടെ, ഈ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഹയാത്തോടു കൂടി ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? മരണം തൊട്ടടുത്തുണ്ട് സഹോദരങ്ങളെ. ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ചിന്ത, ആ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ റമദാനായേക്കാം. അതുകൊണ്ട് എന്റെ കഴിവിന്റെ പരമാവധി നന്മകൾ നേടിയെടുക്കുവാൻ എനിക്ക് സാധിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, മരണം തൊട്ടടുത്തുണ്ട് എന്ന ബോധം ഇപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സമയമായിട്ടില്ലെങ്കിൽ, നമുക്കിപ്പോഴും അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, മരണം തൊട്ടടുത്തുണ്ട് എന്ന ബോധ്യം ഇപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുക്കണം. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം നിങ്ങൾ തുറക്കണം. അതിൽ 12 മുതലുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കണം. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ 12 മുതലുള്ള വചനങ്ങൾ. അല്ലാഹു പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു പറയാ, ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിൽ നിന്നാണ്? മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ثم جعلناه نطفة في قرار مكين, പിന്നീട് ഒരു ബീജമായി കൊണ്ട് നാം അവനെ ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. എന്നിട്ടുള്ള അടുത്ത ഓരോ ഘട്ടങ്ങളെ ഇങ്ങനെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഘട്ടങ്ങളെ കൃത്യമായി ഖുർആനിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയാണ്, എന്നിട്ട് അതിനുശേഷമോ ثم خلقنا النطفة علقة, പിന്നീട് ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. فخلقنا العلقة مضغة, അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമാക്കി രൂപപ്പെടുത്തി. എന്നിട്ടോ فخلقنا المضغة عظاما, എന്നിട്ട് ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി. എന്നിട്ടോ فكسونا العظام لحما,
എന്നിട്ട് ആ അസ്ഥിക്കൂടത്തെ വീണ്ടും ഇറച്ചുകൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് അല്ലാഹു അതിനെ മറ്റൊരു രൂപമാക്കി മാറ്റിയെടുത്തു. നിങ്ങൾ അള്ളാഹ് കൃത്യമായിട്ട് പറയാണ്, ബീജമായിരുന്നു, ഭ്രൂണമാക്കി, മാംസം കൊണ്ട് പൊതിഞ്ഞു, അസ്ഥിക്കൂടം നൽകി, വീണ്ടും ഇറച്ചുകൊണ്ട് പൊതിഞ്ഞു. അള്ളാഹു കൃത്യമായിട്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കൃത്യമായി അവനെ മറ്റൊരു രൂപമാക്കി എടുത്തു എന്ന് പറഞ്ഞ് അള്ളാഹു കൃത്യമായ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഇങ്ങനെ വരച്ചു കാണിച്ചിട്ട് തൊട്ടടുത്ത ആയത്തിൽ എന്താ ഉള്ളതെന്നറിയോ പ്രിയപ്പെട്ടവര്? തൊട്ടടുത്ത ആയത്തിൽ എന്താ ഉള്ളതെന്നറിയോ? മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, ബീജമായിരുന്നു, ഭ്രൂണമായി, മാംസം കൊണ്ട് പൊതിഞ്ഞു, അസ്ഥിക്കൂടം കൊണ്ട് പൊതിഞ്ഞു, വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞു എന്നിങ്ങനെ കൃത്യമായി പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, അതിനുശേഷം അവർ മയ്യത്തുകളാക്കപ്പെടും. നിങ്ങൾ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, അതിനുശേഷം അവർ മയ്യത്തുകളാക്കപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, ജീവിതം എവിടെ പോയി? ജീവിതം എവിടെ പോയി പ്രിയപ്പെട്ടവരെ? ജീവിതത്തിനെ കുറിച്ചൊരു വാക്ക് പോലും റബ്ബ് പറയുന്നില്ല. സഹോദരങ്ങളെ, മരണം അത്ര അടുത്തുണ്ട്, മരണം തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ ഖൈർ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നന്മകളിലേക്ക് ധൃതിപ്പെട്ട് ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞല്ലോ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗത്തിലേക്ക്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു ചെല്ലൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. താബിഈങ്ങളിൽപ്പെട്ട ഖാലിദ് ഇബ്നു മഅദാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇദാ ഫുത്തിഹ ലി അഹദികും ബാബുൽ ഖൈർ, നിങ്ങൾക്ക് ഒരു ഖൈർ ചെയ്യാനുള്ള ഒരു വാതിൽ തുറക്കപ്പെട്ടാൽ ഫൽയുസ്രി ഇലൈഹി, നിങ്ങൾ അതിലേക്ക് ധൃതിപ്പെട്ടു ചെല്ലണം. കാരണം ഫഇന്നഹു ലാ യദ്രി മതാ യുഗ്ലഖു അൻഹു, എപ്പോഴാണ് ആ വാതിൽ, ആ ഖൈർ ചെയ്യാനുള്ള അവസരം എപ്പോഴാണ് അടഞ്ഞു പോവുക എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖൈറുകളുടെ ഏറ്റവും വലിയ വാതിലാണ് നമുക്ക് മുന്നിൽ തുറക്കാനിരിക്കുന്നത്. പരിശുദ്ധ റമദാനത നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നുണ്ട്. നഷ്ടമാകരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി, നഷ്ടപ്പെടുത്തില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ആ റമദാനിന്റെ എല്ലാ ഖൈറുകളും നേടിയെടുക്കുവാൻ, ജീവിതത്തിൽ വന്നുപോയ റമദാനുകളെക്കാൾ മികച്ച റമദാനാക്കി ഈ റമദാനിനെ മാറ്റുവാൻ, അതുവഴി നാളെ പരലോകത്ത് ഈ റമദാൻ അനുകൂലമാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് നൽകി നല്ല നല്ല ഇബാദത്തുകൾ ചെയ്ത് ഈ റമദാൻ അനുകൂലമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الإخوان والأخوات، أوصيكم وإياي ثانيا بتقوى الله وكونوا عباد الله إخوانا. ബഹുമാനമുള്ള സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. സഹോദരങ്ങളെ, റമദാനത നമ്മുടെ തൊട്ടു മുന്നിൽ എത്തി നിൽക്കുന്നുണ്ട്. കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി, കൃത്യമായ ഒരുക്കങ്ങളോടുകൂടി റമദാനിലെ എല്ലാ ഖൈറുകളും നേടിയെടുക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഇനി എങ്ങനെയാണ് റമദാനിനെ വരവേൽക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം പ്രാർത്ഥനയും. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ആകാശലോകങ്ങളിലേക്ക് ഉയരേണ്ടതുണ്ട്. പ്രാർത്ഥനകളോടെ റമദാനിലേക്ക് തയ്യാറെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, നിങ്ങൾ
സലഫുകളെ പറ്റി പറയപ്പെടുന്നത് കാണാം. കാന സലഫു, സലഫുകളായിരുന്നു. എങ്ങനെയുള്ളവരായിരുന്നു? യദഊന അല്ലാഹ്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? അയ്യുബല്ലിഗഹും റമദാൻ, അള്ളാഹുവേ ഞങ്ങളുടെ ആയുസ് എത്രയാണോ അതിൽ ഒരു റമദാനിലേക്ക് കൂടി ഞങ്ങളെ എത്തിക്കണേ എന്ന് റമദാൻ വരുന്നതിന് 6 മാസം മുൻപ് തന്നെ അവർ പ്രാർത്ഥന തുടങ്ങുന്നു. ഇനി നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ റമദാനിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എവിടെ പറയണത്? നോമ്പിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന്റെ തൊട്ടടുത്ത ആയത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകണം. നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. ഒന്നാമതായി പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, റമദാനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ്. റമദാനിലേക്ക് ആയുസ് നീട്ടി തരണേ എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമതായി പ്രാർത്ഥിക്കേണ്ടത് ആ റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ റമദാനിൽ നല്ല നല്ല ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീഖിനെ റബ്ബിനോട് ചോദിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞല്ലോ, ലാ തദഅന്ന ദുബറ കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. എല്ലാ നമസ്കാരത്തിന്റെ അവസാനത്തിലും ഇങ്ങനെ പറയാൻ മറന്നു പോകരുത് എന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. എന്തിനാ സഹായിക്കേണ്ടത്? ദിക്രിക, നിന്നെ ദിക്ർ ചെയ്യാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതി, ഇബാദത്തുകൾ ഇതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എന്ത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹുവിന്റെ തൗഫീഖ് കൂടിയേ തീരൂ. അതുകൊണ്ട് നല്ല നല്ല അമലുകൾ ചെയ്യുവാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തൗഫീഖിന് വേണ്ടി ആത്മാർത്ഥമായി ചോദിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രാർത്ഥന, അമലുകൾ സ്വീകരിക്കപ്പെടുന്നവരുടെയും അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അള്ളാഹുവിനോട് ചോദിക്കണം. സഹോദരങ്ങളെ, അമലുകൾ ചെയ്യുക എന്ന് മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് അത് സ്വീകരിക്കപ്പെടാനുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. നോക്കൂ നിങ്ങൾ, കഅബ പടുത്തുയർത്തുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബന തഖബ്ബൽ മിന്ന. നോക്കൂ നിങ്ങൾ, അള്ളാഹു കൽപ്പിച്ചിട്ടാണ് അവർ കഅബ വീണ്ടും ഉയർത്തുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് അവർ അനുസരിക്കുന്നത്. എന്നിട്ടും അവർ പ്രാർത്ഥിക്കണം, റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാനുണ്ടാകണം. രണ്ടാമത്തെ ഒരു കാര്യം, നല്ല നല്ല നിയ്യത്തുകൾ മനസ്സിൽ കരുതുക. കഴിഞ്ഞ റമദാനിനേക്കാൾ ഈ റമദാൻ ഞാൻ ഉഷാറാക്കും. കഴിഞ്ഞ റമദാനിൽ ഞാൻ പാരായണം ചെയ്ത ഖുർആനിന്റെ ഭാഗങ്ങളെക്കാൾ അധികം ഈ റമദാനിൽ ഞാൻ പാരായണം ചെയ്യും എന്നിങ്ങനെ തുടങ്ങി നല്ല നല്ല നിയ്യത്തുകൾ, ആത്മാർത്ഥമായ നിയ്യത്തുകൾ, തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കുക. നോക്കൂ നിങ്ങൾ, നിയ്യത്ത് ആത്മാർത്ഥമാണ് എങ്കിൽ ഒരുപക്ഷെ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കുതിബത് ലഹു ഹസന. ഒരാൾ ആത്മാർത്ഥമായി ഒരു കാര്യം, ഒരു നന്മ ഉറച്ച തീരുമാനമെടുത്താൽ, ഉറച്ച് മനസ്സിൽ തീരുമാനമെടുത്താൽ കുതിബത് ലഹു ഹസന, അതവനൊരു നന്മയായി രേഖപ്പെടുത്തപ്പെടും. ഇനി ആ ഉറച്ച തീരുമാനം അവൻ പ്രവർത്തിച്ചാലോ, വമൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹ, അതവൻ പ്രവർത്തിച്ചാലോ കുതിബത് ലഹു 10 ഇലാ 700 ളിഅഫിൻ, 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആത്മാർത്ഥമായ നിയ്യത്തുകൾ ഉണ്ടാകട്ടെ. ഞാൻ ഇത്ര പേജ് ഖുർആൻ പാരായണം ചെയ്യും, ഇത്ര സുന്നത്തുകൾ അധികരിപ്പിക്കും, ഇത്ര സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കും, ഇത്ര ആളുകളെ നോമ്പ് തുറപ്പിക്കും എന്നിങ്ങനെ തുടങ്ങി സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്തുകൾ വിശാലമാകട്ടെ. നോക്കൂ നിങ്ങൾ, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞതായി കാണാം, യാ അബ്ദുല്ലാ, ഓ മോനെ അബ്ദുല്ലാ, ഇൻഉൽ ഖൈർ, നീ നന്മ നിയ്യത്ത് വെക്കുക. ഫഇന്നക വഇൻ ലം തഅമലു ഫനിയ്യത്തുൽ ഖൈരി ലക അമൽ. നീ അത് ചെയ്തില്ല എങ്കിൽ കൂടി, ഒരുപക്ഷെ ഇനി അത് നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിന്റെ നിയ്യത്ത് നിനക്കൊരു പ്രവർത്തനമാണ്, അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായ നിയ്യത്തുകൾ, നല്ല നല്ല നിയ്യത്തുകൾ ആത്മാർത്ഥമായി തീരുമാനിക്കാൻ, നിയ്യത്ത് വെക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. നോമ്പിന്റെ വിധിവിലക്കുകൾ, നോമ്പിലെ സുന്നത്തുകൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നോമ്പ് തുറക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഏതേത് കാര്യങ്ങൾക്കാണ് നോമ്പിൽ ഇളവുള്ളത് എന്നിങ്ങനെ തുടങ്ങി നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. കാരണം ഈ നോമ്പിന്റെ എല്ലാ ഖൈറുകളും നേടുന്നവരായി നമുക്ക് മാറേണ്ടതുണ്ട്. ഈ റമളാനിന്റെ എല്ലാ നന്മകളും നേടിയെടുക്കുവാൻ
നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നല്ല രൂപത്തിൽ അമൽ ചെയ്ത് നാളെ പരലോകത്ത് അവന്റെ സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ ഈ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുവാനും അതിന്റെ ദിനരാത്രങ്ങളെ നന്മയിലൂടെ ഉപയോഗപ്പെടുത്തുവാനും നാളെ പരലോകത്ത് റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ നിർവഹിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ അവസാനിക്കുന്നതിന് മുൻപ് പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് പാപമോചനം നേടിയെടുത്ത മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കുമായി ആനയിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കടങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മാതാപിതാക്കൾ എല്ലാവരുടെയും ഖബറിടങ്ങൾ അല്ലാഹു വിശാലവും പ്രകാശപൂരിതവുമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ادخلنا الفردوس يا رب العالمين اللهم ادخلنا الفردوس يا رب العالمين اللهم ادخلنا الفردوس يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. الصلاة